ഫിലിം ഗാരേജിന്റെ എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ്. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ട് ഇന്ത്യൻ വമ്പൻ സിനിമകളാണല്ലോ കൂലി, വാർ 2. ഈ രണ്ട് സിനിമകളുടെയും ഇന്നേ ദിവസത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് പ്രകാരം വാർ 2 തിയേറ്ററുകളിൽ തകർത്തോടിക്കൊണ്ടിരിക്കുന്നു, അതും കൂലിയെ മറികടന്ന് എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രത്യേകം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇന്നലെ കൂലിയുടെ ആദ്യ അഭിപ്രായങ്ങളും വാർ 2വിന്റെ ആദ്യ അഭിപ്രായങ്ങളും വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് ലീഡ് എടുത്തിരിക്കുന്നത് വാർ 2 എന്ന സിനിമയാണ്. നേരത്തെ ഒരു ഘട്ടത്തിൽ റിലീസിന് മുന്നേ എല്ലാം തന്നെ കൂലിയെല്ലാം തന്നെ ബഹുദൂരം മുന്നിലായിരുന്നു വാർ 2 ബുക്കിങ്ങിനേക്കാൾ എങ്കിൽ ഇപ്പോഴത്തെ ഇന്ന് ഉച്ചയ്ക്കെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ 60,000 മുകളിൽ മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന പോകുന്ന ഒരു കാഴ്ചയാണ് വാർ 2വിൻ്റെ കാര്യത്തിൽ കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ ഒടുവിലത്തെ ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ 30,000 മുകളിൽ മാത്രമാണ് കൂലിയുടെ അവസാന മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന എങ്കിൽ വാർ 2വിൻ്റേത് 50,000 മുകളിലാണ്. കൂലിയുടെ ഹിന്ദി പതിപ്പിന് സെപ്പറേറ്റ് ബുക്കിംഗ് ആണല്ലോ ബുക്ക് മൈ ഷോയിൽ. ആ ടിക്കറ്റ് വിൽപ്പന നോക്കിയാൽ പോലും വാർ 2വിൻ്റെ ആകെ ബുക്കിങ്ങിൻ്റെ താഴെ മാത്രമായിരിക്കും കൂലിയുടെ ബുക്കിംഗ് എന്നാണ് പ്രത്യേകം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ബുക്കിംഗിൽ ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യത്തിൽ മാത്രമല്ല റേറ്റിംഗിൽ പോലും കൂലി എന്ന സിനിമ വാർ 2വിന് പിന്നിലാകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ ദിവസത്തെ ബുക്കിംഗ് തരംഗത്തിൽ അതോടൊപ്പം തന്നെ കളക്ഷന്റെ കാര്യത്തിലെല്ലാം തന്നെ വാർ 2 കൂലിക്ക് മുകളിലേക്ക് എത്തപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ കൂലി എന്ന സിനിമ വാർ 2വിനേക്കാൾ ഭേദപ്പെട്ട സിനിമയാണ്. പക്ഷേ ബുക്കിംഗിന്റെ കാര്യത്തിൽ ഇന്നലെ ഉച്ച മുതൽ വാർ 2 എന്ന സിനിമ ഞെട്ടിക്കുന്ന ലെവൽ ബുക്കിംഗിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം എന്ത് വ്യക്തമായിട്ട് അറിയില്ല എങ്കിൽ പോലും ഒരുപക്ഷെ കൂലി എന്ന സിനിമ ഇത്രയധികം ഡൗണിലേക്ക് ബുക്കിങ്ങിന്റെ കാര്യത്തിൽ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ലൊക്കേഷനെ വിശ്വസിച്ച് സിനിമ കണ്ടവരെ നിരാശപ്പെടുത്തിയത് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. റിലീസിന് മുന്നേ തന്നെ LCU ഫാൻ തിയറീസുമായിട്ട് ഒരുപാട് പേജുകളും യൂട്യൂബ് ചാനൽസ് എല്ലാം തന്നെയാണല്ലോ എത്തിയത്. LCU അല്ല എന്ന് പലതവണ ലോകേഷ് പറഞ്ഞതാണ്, റിലീസിന് മുന്നേ പറഞ്ഞതാണെങ്കിൽ പോലും പലരും അവസാന നിമിഷം സിനിമ തിയേറ്ററുകളിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇത് LCUവിൽ പെടുമെന്നൊക്കെ പ്രതീക്ഷ വന്നവരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവരെ നിരാശപ്പെടുത്തി, അതുകൂടാതെ സിനിമ മൊത്തത്തിലൊരു നിരാശ നൽകി. അങ്ങനെ പല നിരാശകൾ കൊണ്ടായിരിക്കാം ഈ ഒരു ബുക്കിങ്ങിൽ വാർ 2വിന് പിന്നിലേക്ക് പോയിരിക്കുന്നത് കൂലി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്നൊരു അവധി ദിവസം ഇത്രയധികം താരങ്ങളെ വിവിധ ഇൻഡസ്ട്രിയിൽ നിന്നും കൊണ്ടുവന്ന സിനിമ ഇനി മികച്ച ബുക്കിങ്ങിലേക്ക് പോകേണ്ടത് തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് സിനിമയ്ക്ക് വാർ 2വിനേക്കാൾ ബുക്ക് മൈ ഷോയിൽ ഉണ്ടാകുമോ എന്ന് കാണുവാനായിട്ട്. ഇതിനിടയിൽ കേരള കളക്ഷൻ അറിയുവാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലായിരിക്കുമല്ലോ. ആദ്യ ദിവസം കേരള ഗ്രോസ് 10 കോടി കടന്നിട്ടില്ല എന്ന് തന്നെയാണ് അവസാന നിമിഷം വരെ നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. 9,60,00,000 9,90,00,000 റേഞ്ചിലായിരിക്കും സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ് എന്നറിയാനായിട്ട് കഴിയുന്നു. അടുത്ത മണിക്കൂറുകളിൽ കൃത്യമായ അപ്ഡേറ്റ് പുറത്തുവരും. അതറിയുവാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.